2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര ഇടിവിനാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. ഇൻഡെക്സ് 1% ഇടിഞ്ഞ് 25,014 ക്ലോസിംഗ് നൽകി. വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി 4% ഇടിഞ്ഞത്. 2022 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് ഇത്. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുന്നതും അമേരിക്കയുടെ സെപ്റ്റംബർ മാസത്തെ പേറോൾ ഡേറ്റ പുറത്തു വരാനിരിക്കുന്നതും ഗ്ലോബൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമാവുകയും ഇൻഡെക്സ് 1% ഇടിയുകയും ചെയ്തു. ഇറാൻ്റെ സുപ്രീം ലീഡറായ ഖമേനി ആവശ്യമെങ്കിൽ രണ്ടാമതൊരു സ്ട്രൈക്കിന് ഇറാൻ തയ്യാറാണ് എന്ന് ഇസ്രായേലിന് വാർണിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗ്ലോബൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉയർന്നത്. ക്രൂഡിൻ്റെ വില ഉയർന്നതും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ചൈനീസ് മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഫ്ലോ ഉയർന്നതും ഇന്ത്യൻ മാർക്കറ്റ് 1%-ലേറെ ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് നിഫ്റ്റി അതിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായ 25,000 അടുത്തെത്തിയിട്ടുണ്ട്. 24,780 ഇനിയുള്ള പ്രധാന സപ്പോർട്ട്. 25,500 അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, നെസ്ലെ ഇന്ത്യ, ICICI ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഇന്ന് കറക്ഷൻ കാണാൻ സാധിച്ചു. ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ONGC തുടങ്ങിയ സ്റ്റോക്കുകളിലും ഇടിവ് പ്രകടമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.94% ഇടിഞ്ഞപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.80% ഇടിഞ്ഞു. 20 സെക്ടറുകളിൽ 19 സെക്ടറുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്മൾ പരിശോധിച്ചാൽ 2,479 സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിൽ ക്ലോസിംഗ് നൽകി. സെക്ടറിൻ്റെ വീക്ക്ലി പെർഫോമൻസ് നോക്കിയാൽ മെറ്റൽ സെക്ടർ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളും വളരെയധികം കറക്റ്റായി കഴിഞ്ഞു. റിയാലിറ്റി സെക്ടർ 7%, ഓട്ടോ സെക്ടർ 6%, എനർജി സെക്ടർ 5%-ഓളവും ഇടിഞ്ഞു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഹെവി സെല്ലിംഗ് വന്ന ഒരു ബാങ്കിങ് സ്റ്റോക്കാണ് HDFC ബാങ്ക്. HDFC ബാങ്ക് 1.2% ഇടിഞ്ഞ് 1,661 ക്ലോസിംഗ് നൽകി. 12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.5, ഡിവിഡൻഡ് ഈൽഡ് 1.17%, 52 വീക്കിലോ 1,363, 52 വീക്ക് ഹൈ 1,794. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസ് 7% ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.3% വർദ്ധിച്ച് 25.2 ലക്ഷം കോടിയായി മാറി. ഡെപ്പോസിറ്റിൽ 15.4% വളർച്ച ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 3.1% വളർച്ചയുമാണ് ഉണ്ടായിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 26.3 ലക്ഷം കോടിയായി ഉയരുകയും ചെയ്തു. ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് 15% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചു. കാസ റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ 8% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2.3% വളർച്ചയുണ്ടായിട്ടുണ്ട്. ഓവറാൾ HDFC ബാങ്കിൻ്റെ അഡ്വാൻസസ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.2% ഇയർ ഓൺ ഇയറിൽ 10.2% ഉയർന്നു. കൂടാതെ കോർപ്പറേറ്റ് ലോണുകളുടെ എണ്ണത്തിലും റിട്ടെയിൽ ലോണുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. HDFC ബാങ്ക് 127% LCR, അതായത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് ഓക്കെ ആണെങ്കിലും ബാങ്കിൻ്റെ ഗ്രോത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ബാങ്കിന് ഇതുവരെയും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ബാങ്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ടെക്നിക്കലി HDFC ബാങ്ക് എന്ന സ്റ്റോക്ക് 1,600 എന്ന ലെവലിലേക്ക് അടുക്കുകയാണ്. 1,600 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 1,600 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 1,500 എന്ന ലെവലിലേക്കും സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. സപ്പോർട്ട് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 1,600 എന്ന റേഞ്ച് പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്